ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അത് കണ്ടുകാണായിരിക്കും ടൈറ്റിലിൽ. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ കുളിക്കാൻ പോകണം. അപ്പം എൻ്റെ മുടി ഞാനൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുകയാണ്. കണ്ടു, ഇതാണ് എൻ്റെ മുടി ബിഫോർ. എനിക്ക് തോന്നുന്നു ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് സെക്കൻഡ് അല്ല, അത് രണ്ടാമത്തെ ദിവസമാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. രാവിലെ അപ്പൊ മുടിയൊക്കെ ചീനി ഞാനിവിടെ എന്താ പറയാ കുളിക്കാനുള്ള റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് പ്രൊഡക്റ്റ്, മോക്സിന്റെ ഷാംപൂ, കണ്ടീഷണർ ആൻഡ് കേർലിംഗ് ക്രീം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് പോയിട്ട് ഷാംപൂ ചെയ്ത് സ്കാൽപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ഷാംപൂ ചെയ്തിട്ട് കണ്ടീഷണർ ഇട്ടിട്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് ഇതിട്ട്. അങ്ങനെ ഞാൻ ഷാംപൂ ചെയ്തിട്ടോ. ഷാംപൂ ചെയ്യുമ്പം ഞാൻ അതൊരു 3 to 4 minutes ഞാൻ ഇങ്ങനെ സ്കാൽപ്പിൽ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നന്നായിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് ഇങ്ങനെ ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം ഇങ്ങനെ പോകുന്ന വരെ ഞാൻ അതൊന്ന് കെട്ടി വെക്കും. അപ്പം ഞാൻ മൈക്രോ ഫൈബർ ടവലാട്ടോ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ഇങ്ങനെ പതുക്കെ എന്നിട്ട് ഞാൻ തല തോർത്തത്തോളൂ. അത് കഴിഞ്ഞ് വെള്ളം ഓൾമോസ്റ്റ് ഇച്ചിരി ഡാംപ് ഹെയർ ആകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കണ്ടീഷണർ ഫുള്ള് ഇടുവേ. കണ്ടീഷണർ സെറ്റ് സാധനം കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടീഷണർ ഇട്ടാലും എൻ്റെ മുടി പിന്നെയും കുളിച്ച് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആവുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഹെയർ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാനാണെങ്കിൽ ഈ കണ്ടീഷണർ ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഈ കണ്ടീഷണറൊക്കെ ഫുൾ അപ്ലൈ ചെയ്ത് ഞാൻ ഇത് കെട്ടി വയ്ക്കും. അപ്പോൾ ഞാനൊരു 15 minutes ഒക്കെ ഞാൻ വയ്ക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പിന്നെ ഭയങ്കര നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടീഷണറൊക്കെ ഇട്ട് ഇങ്ങനെ 15 minutes അപ്പോഴത്തേക്കും അത് സെറ്റാവാൻ വേണ്ടി. അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, കണ്ടീഷണറൊക്കെ ഇട്ട് അതും കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഓക്കെ. സോ ദിസ് ഇസ് നമ്മുടെ മോക്സിന്റെ സൂപ്പർ ഡിഫൈനിങ് കേൾ ക്രീം ആട്ടോ ഇത്. ഓക്കെ, എന്താ ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം. ഇനിയാണ് നമ്മുടെ സ്ക്രഞ്ചിങ് തുടങ്ങാൻ പോണേ. ദാറ്റ് ഇസ് ദ മെയിൻ പാർട്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ദ മെയിൻ പാർട്ട്, സ്ക്രഞ്ചിങ് കണ്ടു. ഇത് നമ്മൾ എന്തോരം ചെയ്യണോ അത്രയും നന്നായിട്ട് നമ്മുടെ എന്താ പറയുക വേവ്സ് അല്ലെങ്കിൽ ആ ഒരു കേൾസ് നിൽക്കും. അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആംഡേ ആയി സത്യം പറഞ്ഞാൽ. അപ്പം ഇത് ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യും ഹെയർ. എന്നിട്ട് ഞാൻ ഒരു സൈഡിലായിരിക്കും ഞാൻ ഈ കേൾ ക്രീം യൂസ് ചെയ്യുക. ഞാൻ ഇത് ആക്ച്വലി അവരുടെ ട്രയൽ പാക്കോ എന്തോ ആട്ടോ. അപ്പം ഇതിപ്പം രണ്ടാമത്തെ യൂസാണ്. ഒരു എനിക്ക് തോന്നുന്നു 3-4 യൂസിനും കൂടി ഉണ്ടെന്ന്. അങ്ങനെ ഞാനിത് എന്താ പറയുക ഹെയർ സ്ട്രാൻഡ്സിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഞാൻ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഒക്കെ എടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ആദ്യമേ ഞാൻ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് പിന്നെ നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്യും കേട്ടോ. ഇച്ചിരി കാളികൾ ഇതിലില്ലേ, അത് കണ്ടോ? എൻ്റെ യൂഷ്വലി ഉള്ളൊരു നൂഡിൽസ് ഉള്ളൂ, പക്ഷെ ഇതൊരു ഇച്ചിരി ഡിഫൈൻ കേൾസ് ആണല്ലോ. എനിക്ക് എൻ്റെ ക്ഷമ എത്ര ഉള്ളൂ. നെക്സ്റ്റ് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഒരു സൈഡ് സ്ക്രഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ രണ്ടാമത്തെ സൈഡാട്ടോ. അപ്പം ഞാൻ ഇതും അത്യാവശ്യം നന്നായിട്ട് ഞാൻ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അത് ഫുൾ ഹെയർ സ്ട്രാൻഡ്സ് ഫുൾ ഞാൻ അപ്ലൈ ചെയ്ത് പിന്നെ അവിടുത്തെ സ്ക്രഞ്ചിങ് അടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ എന്തോരം സ്ക്രഞ്ച് ചെയ്യുന്നു അത്രയും നന്നായിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു വേവ്സ് അല്ലെങ്കിൽ കേൾസ് ഇരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സമയത്ത് നല്ല മെനക്കെട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടിരിക്കും. അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ സ്ക്രഞ്ചിങ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് കാഴ്ച. ഓക്കെ, ചെറുതായിട്ടൊരു താൻ കൈവച്ചെന്തൊക്കെ നേരത്തെ കാണിച്ചില്ലായിരുന്നു മേളിന്ന്. മതി.